ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അപ്പു ബ്ലോഗ്സ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന റൈവൽസ് ആണ് ഗൈസ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന റാങ്ക്ഡ് ഡ്യുവലാണ് ഗൈസ്. റാങ്ക്ഡ് ഡ്യുവൽ നമ്മുടെ റാങ്ക്ഡ് ഡ്യുവലാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. റാങ്ക്ഡ് 1v1. ഇപ്പോൾ നമ്മുടെ സ്നൈപ്പറൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം ഗൈസ്. ഞാനൊരു പുത്തൻ ചാനൽ തുടങ്ങി ഗൈസ്. എൻ്റെ ഫിഷിൻ്റെ മീനിൻ്റെ ഒക്കെ വീഡിയോ. അപ്പോൾ ഗൈസ് അതിൻ്റെ ചാനലിൻ്റെ പേര് അപ്പൂസ് ഫിഷസ്. APPU ഗൈസ്. മറ്റേ കോമ പോലത്തെ സാധനം ഉണ്ടെങ്കിൽ പിന്നെ ഫിഷസ് മീൻസ് അങ്ങനെ അടിച്ചിട്ട് ഒരു താമരയുടെ വളമുള്ളതാണ് അതിൻ്റെ പ്രൊഫൈല്. എന്നിട്ടും വന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അടിക്കുക @നിഷാബിലാസ് 655. ഇതിലേതായാലും അടിച്ചാൽ മതി മീൻസ് വരും. സ്പ്ലാഷാണ് സെലക്ട് ചെയ്ത്. ഇത് ഏതായാലും അടിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും ഗൈസ്. എൻ്റെ പുതിയ ചാനൽ അതിൻ്റെ അകത്ത് എൻ്റെ മീനിൻ്റെ ഒക്കെ ഗൈസ് ഞാൻ കാണിച്ചേക്കുന്നത്. നമുക്ക് വാർഹോൺ എടുക്കാം. പറ്റില്ല ഹെഡ്ഷോട്ട്. ഇതൊക്കെ എന്ത് നമുക്ക് നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിച്ച് സെക്കൻഡ് റൗണ്ടാണ്. നമ്മൾ പ്രോയല്ലേ എന്താ ചെയ്യാൻ, നമ്മളിച്ചിരി പ്രോ ആയിപ്പോയി. കട്ടാന കാരണമാണ് ഇതല്ലോ ഇത്. അവൻ എത്ര ലെവലോ 65 ലെവൽ. ഹെഡ്ഷോട്ട് അത്ര ഉള്ളു ഗൈസ്. നമ്മൾ തീനാണ് ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വെപ്പണും വെനമാണ് ഗൈസ് ഇട്ടേക്കുന്നത്. എല്ലാ വെപ്പണും ഇപ്പം എടുത്തേക്കുന്ന മാത്രമല്ല എല്ലാം. നമുക്ക് റെഡായി തരുവാണ്. വെള്ളത്തിൽ ചാടുമെന്ന് തോന്നുന്നു ഈ സാധനം ആണെന്ന് തോന്നുന്നു. അടി പേടിച്ച് നമ്മളല്ലെങ്കിലും പ്രോ അല്ലേ ഗൈസ്. സ്നോമാൻ ചാമ്പ് ഫോർ ഓൾ വെപ്പൺസ്. റെക്കോർഡ് കൊണ്ട് മാറട്ടെ. ഓക്കെ, ലീവ് അടിച്ചോ. എന്നിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഗ്യൂഡി ബാഗ് കിട്ടി. 2 ബോക്സ് കിട്ടി. 30 രൂപ സമയം നടക്കുന്നു. ബ്രാഫ് പുത്തൻ കിട്ടി. ഇത് കൊള്ളാം ഗൈസ്. നിങ്ങൾ പറയും ഇത് ഇടണോ അതോ ഇത് ഇടണോ? ഇത് ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ 1 എന്നിടുക. ഇത് ഇടണമെങ്കിൽ 2 എന്നിടുക. ഞാനിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത് വെച്ചൊന്ന് കളിച്ച് നോക്കാം. നിങ്ങൾ എന്നിട്ട് പറയുന്ന പോലെ ഞാൻ ചെയ്യാം. എനിക്കിത് റൈവൽസ് കേസ് ഒന്നുകൂടെ കളിക്കാം. റാങ്ക്ഡ് 1v1 കളിച്ചാൽ നമ്മുടെ വിൻ സ്ട്രീക്ക് പോകത്തില്ല ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ടെടുത്താണ് ഗൈസ് 35 വിൻ സ്ട്രീക്ക്. ഈ സർവറിൽ ആരും ഇല്ല. അതെന്താ ഗൈസ്? ഇത് റാങ്ക്ഡ് അങ്ങനത്തെ ആണല്ലേ. റാങ്ക്ഡ് കളിക്കുന്നവർക്കുള്ള ഇതാണെന്ന് തോന്നുന്നു. ഈ സ്പിന്നുണ്ടല്ലോ, നമ്മൾ ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം ഇത് കാണിച്ചേ. നിങ്ങൾക്ക് പ്രൈവറ്റ് സെർവർ അൺലോക്ക് ആകാത്ത വെപ്പൺസും എടുക്കാവുന്നു. പ്രൈവറ്റ് സെർവർ നിങ്ങളുടെ കൂട്ടുകാരോടെ കളിക്കുമ്പോൾ. പിന്നെ പ്രൈവറ്റ് സെർവർ സീക്രട്ട് മാപ്സ് ഒക്കെ ഉണ്ടെന്ന് ഗൈസ്. നമുക്കൊരു ദിവസം നമ്മളെ പ്രൈവറ്റ് സെർവറുള്ള ഒരു കൂട്ടുകാരനെ വിളിച്ച് അങ്ങനെ ചെയ്ത് നോക്കണം ഗൈസ്. അടിപൊളിയായിരിക്കും. പ്ലീസ് ക്രോസ് റോഡ്സ് വേണം. പ്ലീസ് ക്രോസ് റോഡ്സ് ദൈവമേ ഭാഗ്യം. സ്നൈപ്പർ വേണം. സ്നൈപ്പർ വേണോടാ. ഇവനെ ഒക്കെ ഉണ്ടല്ലോ. എന്താ പരിപാടിയാണ് ഗൈസ്. നമ്മളിനി എന്ത് വെച്ച് കളിക്കും? അത് കട്ടാന അല്ലെങ്കിലും നമ്മളെ കയ്യിലില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സ്നൈപ്പർ ഉണ്ടെങ്കിൽ ഞാൻ കളി ജയിച്ചാണ്. സ്നൈപ്പർ ഇല്ലാതായിപ്പോയി. നമുക്ക് മണ്ടയ്ക്ക് കയറാം. വേണ്ട നോക്കണ്ട, അവിടെ നിൽക്കണ്ട. ഇതാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ വരും. മണ്ടയ്ക്ക് വെടിവെക്കാൻ പറ്റുന്നില്ല, കൈ കരിക്കുന്നില്ല. ഈ മരത്തിൻ്റെ
വെടി വെക്കാൻ പറ്റുമോ? ഒരു വെടി പോലും കൊണ്ടില്ല ഗൈസ്. വേണ്ട ക്രോസ് ബോ വേണ്ട, മാറ്റി പിടിക്കാം. അസോൾട്ട് റൈഫിൾ ഡൈവേഴ്സ്. കളി തുടങ്ങി ഓടറാ. അപ്പോൾ അവൻ അവിടെ ഉണ്ട് ഗൈസ്. അവിടെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അടിയിൽ കൂടെ പോകണം. അടിയിൽ കൂടെ പോയിട്ട് ഒന്ന് എന്തി നമ്മൾ ഡാമേജ് കൊടുത്ത് കുറച്ച് ഡാമേജ് കൊടുത്തു. കണ്ട് നമുക്ക് ഡാമേജ് നമ്മൾ ഷോട്ട് വെച്ച് ഔട്ടാക്കി. എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഇതില്ലാത്തതുകൊണ്ടാണ് ഗൈസ് നമ്മുടെ സ്നൈപ്പർ. ഇപ്പം എൻ്റെ പുത്തൻ ചാനലിൽ വീഡിയോസും ഒക്കെ ഇട്ട് ഗൈസ്. ഒരു വീഡിയോ ഇട്ട് ഗൈസ്, ഒരു ഷോർട്സ് ഒരു വീഡിയോ ഇട്ട്. അതായിട്ട് വരുന്നത് ഞാൻ നല്ല ഡാമേജ് കൊടുത്തിട്ട് കൊണ്ടിട്ടായില്ല ഗൈസ്. എന്തോ ഗൈസ് റൈവിൽസിലാണെങ്കിൽ ഞാനാണെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ ഇപ്പം ചുമ്മാ ഒരു കളി കളിച്ചു ഈ റാങ്ക്ഡ്. അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഗൈസ് എന്ന് വെച്ചാൽ അവൻ പറന്നിട്ട് ഞാൻ എലിമിനേറ്റ് ആക്കി. 3 റൗണ്ട് ഞാൻ എലിമിനേറ്റ് ആക്കി. എന്നിട്ട് ഞാനിവിടെ ഒളിച്ചിരിക്കുക. ഞാൻ ഒളിച്ചിരിക്കുമ്പോഴത്തേക്കും ഇവൻ എൻ്റെ അടുത്തോട്ട് ടെലിപ്പോർട്ടായി. വന്നു. സോ അത് സ്ക്രിപ്റ്റ് അല്ലേ? ഓ അതിനൊക്കെ ഒട്ടും ചാൻസ് ഇല്ല ഗൈസ്. പക്ഷെ അഡ്മിൻസിന് ഇങ്ങനെ TP2 അങ്ങനെ ചെയ്യാൻ പറ്റൂ. അഡ്മിനൊന്നും ആയിരിക്കത്തില്ല ഗൈസ്. അഡ്മിനൊക്കെ നമ്മുടെ ഞാനൊരു മൂവാണ് ഗൈസ്. അപ്പം അഡ്മിനൊക്കെ എങ്ങനെ എൻ്റെ അടുത്തോട്ട് വരുന്നത്? പറ്റില്ല. അവിടെ ഇപ്പം ഹെൽമെറ്റാക്കി 2-4 കേസ്. എന്തായാലും നമ്മൾ തോക്കും. എന്നാലും നമ്മൾ ചുമ്മാ അത് പിടിക്കാൻ നോക്കണം കേസ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാ വെപ്പണും വെനം സ്കിൻ. എങ്ങനെങ്കിലും ഒന്ന് ജയിക്കണമെന്നുണ്ട്. എവിടെ എന്ത് സ്ഥലത്ത് കൊണ്ട് എന്നെ അടിക്കുന്നു? നമ്മൾ കളി തോറ്റി. സ്നൈപ്പർ ഉണ്ട് ഉറപ്പാണ് നമ്മൾ ജയിക്കും. പക്ഷേ ഈ യുവന്മാരൊന്നും സ്നൈപ്പർ ഇട്ട് കളിക്കത്തില്ല ഗൈസ്. നമ്മളെ റാങ്കും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവനെ പിടിച്ച് ഇതിലിട്ടാലോ പാർട്ടിയിൽ? അതൊന്നുണ്ട്. ഇത് നല്ലൊരു ഐഡിയ അല്ലേ ഈ റെക്കോർഡ്? പോയി നമുക്ക് 2v2 കളിക്കാം. അത് വേണ്ട ഗൈസ്, നമുക്ക് 5v5 കളിക്കാം. അയ്യോ റാങ്ക് എടുക്കാൻ മറന്നുപോയി. എൻ്റെ അമ്മ, റാങ്ക് 3v3 വരെ ഉള്ളൂ. എപ്പോൾ വീഡിയോ എടുത്താലും ലോ ബാറ്ററി. നമുക്ക് 3v3 ആൾ വരുമോ നോക്കാം. ന്യൂ ഗെയിം മോഡ്സ് ഇൻ 11 നമ്പർ ഷിഫ്റ്റ് സ്റ്റാൻഡ്. അത് വായിച്ചില്ല ഗൈസ്, മൊത്തം വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. എന്നിട്ട് എൻ്റെ പുതിയ ചാനൽ സപ്പോർട്ട് ചെയ്യണം. പുതിയ ചാനലിൻ്റെ പേര് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ 50 ഷോർട്സ് ഇട്ടാലേ നമുക്ക് ഇതാകത്തുള്ളൂ, ലൈവ് ഇടാൻ പറ്റത്തുള്ളൂ. കൺസ്ട്രക്ഷൻ മതി. ഭാഗ്യം കൺസ്ട്രക്ഷൻ 3v3 കൺസ്ട്രക്ഷൻ അടിപൊളിയായിരിക്കും ഗൈസ്. സ്നൈപ്പർ വേണം. അവിടെ സ്നൈപ്പർ ഔട്ട് ആക്കല്ലടാ. ഭാഗ്യം ഗൈസ്. എല്ലാ കളിക്കുമാരും സ്നൈപ്പർ ഔട്ടാക്കും. സ്നൈപ്പർ, ഡാഗേഴ്സ്, ഫിസ്റ്റ്, വാർഫോൺ, ഇത് മതി ഗൈസ്. ഞങ്ങൾ 3 പേര് സ്നൈപ്പറാണ് ഗൈസ്. താഴ്പോയി. ഇല്ല ഭാഗ്യം, അതേ പറയാൻ പറ്റത്തില്ല. നമ്മളും കൂടെ ശ്രമിക്കുക ഗൈസ്. വാർഫോൺ
എൻ്റെ വായിൽ പെട്ടെന്ന് അതേ വേട്ടുള്ളൂ സങ്കടം. എന്ത് ചെയ്യും ബോംബ് വിളിഞ്ഞു ഓടില്ല എൻ്റെ അവിടെ ഉണ്ട് ഓക്കെ എലിമിനേറ്റർ ഒരുത്തണ്ടാവുന്നതായി. നമ്മളതെ ഒരുത്തന് ഹെഡ് ഷോട്ട് വെച്ചു. എൻ്റെ പേരാണ് പാപ്പം. അങ്ങനെ പേരൊക്കെ നിൽക്കുന്നു. അവനിപ്പോൾ എലിമിനേറ്റ് ആക്കിയതാണ്. അത് എലിമിനേറ്റ് ആയി കാണും. ഇല്ലേ ആയി അതെങ്ങനെ ഇത് നായിനി ഇങ്ങനെ മണ്ടക്കോട്ട് കയറും. അതെ ഇതേ കയറാം. എന്നോട് ടീമേറ്റിനെ രക്ഷിക്കണം. നമ്മൾ ജയിച്ച്. നമ്മുടെ ടീമേറ്റ് അവനെ കൊന്നു ഗൈസ്. ഇവൻ പെട്ടെന്ന് ഔട്ടാവുന്നു. പക്ഷെ ഞങ്ങൾ ഇന്നും ജയിക്കുന്നു ഗൈസ്. ഇവിടെ കളിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ ഇവിടെ ഇരിക്കും. ലാൻഡ് ലൈൻ സെറ്റ് ചെയ്യുന്നു അവന്മാർ. അത് പൊട്ടിച്ച് അതുകൊണ്ടാണല്ലോ അതെങ്ങനെ നമ്മൾ എലിമിനേറ്റായേ. മിക്കവാറും തോക്കും. തോറ്റി ഇല്ല നമ്മൾ കളി പിടിക്കും. നമ്മൾ ഈ കളി ജയിക്കും ഗൈസ്. ഈ കളി ജയിച്ചല്ലേ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ചിലപ്പോൾ കളി വിട്ടാലോ. അതുകൊണ്ട് ഇവിടെ നിൽക്കാം ഗൈസ്. ഇവിടെ വന്നിട്ട് എല്ലാം നമ്മൾ പൊട്ടിച്ചു ഗൈസ്. ലാൻഡ് മൈൻ എല്ലാം നമ്മൾ പൊട്ടിച്ചു. ആറവിടെ ഒരു ഹെഡ് ഷോട്ട് അല്ല പിന്നെ എലിമിനേറ്റഡ് പാപ്പ. ഞാൻ വിചാരിച്ചു സർവർ റീസ്റ്റാർട്ടായിരുന്നു. എല്ലാമാരും എലിമിനേറ്റ് ആവുക. സർവർ റീസ്റ്റാർട്ടായ ഈ കളി പോയേനെ. നമ്മുടെ ടീമിൻ്റെ ഒരുത്തൻ എലിമിനേറ്റായി. ഒരുത്തൻ്റെ എട്ടായി. ഹെഡ് ഷോട്ട് പറ്റിയില്ല. രണ്ടുപേരും എലിമിനേറ്റായി. ഓക്കെ എലിമിനേറ്റഡ് പാപ്പ. അവൻ എലിമിനേറ്റ് ആക്കി. അടുത്തവൻ എന്ത് എവിടെ ഹെഡ് ഷോട്ട് പറ്റിയില്ല. ഓക്കെ ഹെഡ് ഷോട്ട് എലിമിനേറ്റഡ്. SNR നല്ല ഊജിയ കമ്പിയിലൊക്കെ ഇരുന്ന് വെടി വെക്കുന്നു. നമുക്കും അങ്ങനെ കമ്പിയിൽ കയറാൻ പറ്റത്തില്ല. എന്ത് കഷ്ടം. അയ്യോ നമ്മൾ ഒരുത്തൻ തനിയെ ചാടിച്ചത്ത്. മറ്റവനും തനിയെ ചാടിച്ചത്ത്. ഞാൻ ഒരു 50 കൊടുത്തു. അതുകൊണ്ടാണ് ബോറിംഗ് എന്നാണ് മോർണിംഗ്. അതെങ്ങനെ അവൻ എലിമിനേറ്റ് ആയി പപ്പടം പോലെ. എന്ത് ചെയ്യും എവിടാ? അവിടെ ഉണ്ട് കണ്ട്. ഓക്കെ ഹെഡ് ഷോട്ട് അത്രേ ഉള്ളൂ. SNR ഇവൻ രണ്ടാമത്തെ അല്ലേ 2 SNR. ഇല്ലല്ലോ പക്ഷെ ഞാൻ 2 പ്രാവശ്യം SNRനെ എന്തൊരു കഷ്ടമാണ് ഇത്. അവിടെത്തന്നെ എങ്ങോട്ടാക്കി റൗണ്ട് തോറ്റു. ഞാനാണ് ഈ സമയം റൗണ്ട് ജയിപ്പിക്കുന്നത്. എന്താ ചെയ്യാനാ. എനിക്ക് ഇവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കാം. ചാടി നമ്മളെ ടീമിന് പെട്ടെന്ന് എലിമിനേറ്റാക്കി. മണ്ടയ്ക്കാണ് ഇവിടെ ഏറ്റവും മണ്ടയ്ക്ക് അല്ല പിന്നെ ബഗുവാണ് എലിമിനേറ്റാക്കി. അവൻ ചാടിച്ചത്തോ അതോ എലിമിനേറ്റ് ആക്കി. നമ്മൾ ടീമേറ്റ് എലിമിനേറ്റ് ആക്കിയെന്ന് തോന്നുന്നു. അവന് കളി നമ്മളെ അതുറപ്പാ. പൊട്ടിയില്ലേ എടുക്കും. നമ്മൾ ടീമേറ്റ് ഡബായി. എന്ത് ചെയ്ത് ഓക്കെ 50 കൊടുത്തപ്പോൾ തന്നെ കൊണ്ടിട്ടായി. നമ്മൾ ടീമേറ്റ് അവനെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓക്കെ അവനെ എങ്ങനെയെങ്കിലും ചേർക്കണം. നമ്മളുടെ ടീം
ഹെഡ്ഷോട്ട് പറ്റിയില്ല. കളി തോക്കാൻ പാടില്ല. ഈ കണ്ടെയ്നർ നേരെ ആകുമ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഇവിടെ വെക്കാം ഗൈസ്. ഞാനിപ്പോൾ ബെഡ് എന്ത് ചെയ്യാം? അയ്യോ കൊണ്ടില്ല റിലോഡാകും ഇല്ല പപ്പ എന്നാൽ പിന്നെ അവന് പപ്പാന്ന് ഇടാൻ അല്ല പപ്പായെന്ന് ഇടാൻ വേണ്ടിയായിരുന്നു റീമാച്ച് അല്ല. ഉഫ് നമുക്ക് ഇവന്മാരെ എല്ലാം നമ്മൾ ഇതിലോട്ടാക്കാം. പ്ലസ് എന്നാടാ പ്ലസ് ഇതെന്താണ്? ഓ ഇതുകൊണ്ടായിരുന്നു. ഇൻവൈറ്റ് ഇപ്പം എത്ര പേരുണ്ട് ഗൈസ്? 3 പേരുണ്ട്. നമുക്ക് 3v3 കളിക്കാം. 3v3 ആംഗിഡ് 3v3 3 പേരുണ്ട് ഗൈസ്. മോർണിംഗ് 1 നോ സ്റ്റാർട്ട്. സുഹൃത്തം പോയി. ഇപ്പം 2v2 കളിക്കാം. 2v2 അവനും പോയി. 2 പേരും പോയി. ബഗുവ ഉണ്ട്. എല്ലാവരും പോയി. പരിപാടി ഷോപ്പിംഗ് കാർട്ട് നമ്മൾ ചുമ്മാ കൊടുത്താണ്. റാങ്ക് 3v3 ഓക്കെ. സ്വന്തം പാസ് കിടക്കണ്ടല്ലോ. എന്ത് വരെയും നല്ലതല്ല ഓക്കെ യൂസ് ചെയ്യാം. ടെലിപ്പോർട്ടായി. അത് വാങ്ങിക്കാനും പറ്റിയില്ല. 6 പേരായി. ബിഗ് സ്നൈപ്പർ കളഞ്ഞവന്മാർ കളഞ്ഞു. എന്ത് കഷ്ടമാണ്. നമ്മളിതിന് എന്തോ വെച്ച് കളിക്കാനോ? ഇവനും ജെയിംസോ അവൻ വാർഫോൺ നമ്മളുണ്ടായി. കാണോ എൻ്റെ അമ്മ എൻ്റെ ഹെഡ് കുറെ കൊടുത്തു. നമുക്ക് എലിമിനേറ്റ് ആക്കണം. എലിമിനേറ്റ് ആക്കി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ 3 പേരെ എലിമിനേറ്റ് ആക്കി. അല്ല 2 പേരെ എലിമിനേറ്റ് ആക്കി. എന്ത് ഓ അസിസ്റ്റ് ആയിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റേ ഇത് ഓർമ്മ വന്നു. ബെൻഡൻ്റെ അകത്ത് മറ്റേ ഒരു ഐസിൻ്റെ മനുഷ്യനില്ലേ? അല്ല ഡയമണ്ട് ഹെഡ് അവനെ ഓർമ്മ വന്നു. അവൻ PC പ്ലെയറാണ്. 3 പേര് ഒരുമിച്ച് ഈ ദേ ആർ ലോ എന്ന് പറയാം. ഇവനാണ് ഇവിടെ ഒന്ന് സ്കോപ്പ് മാറ്റടോ പൊട്ടൻ. സാമാർ ഒരുമിച്ച് നിന്ന് കളിക്കുകയാണ് ഗൈസ്. ഇവിടാണ് അവന്മാർ വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കണം. ഇവന്മാർ എൻ്റെ കൂടെ നിൽക്കത്തില്ല ഗൈസ്. അതാണ് പ്രശ്നം. തോറ്റു. ഇവളെന്തോ തീർന്നു. എന്താണ് ഗൈസ് കളി മിക്കവാറും തോക്കും ഗൈസ്. എൻ്റെ കൂടെ മൊത്തം കളിക്കാറിയായിട്ട് ചാടാനും പറ്റിയില്ല ഗൈസ്. എന്തോ ചെയ്യും. ഇപ്പം കളിയോ ഗൈസ്. നമ്മൾ ലാസ്റ്റ് മാച്ചാണ് ഈ വീഡിയോ. നമ്മൾ ഇപ്പം വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ലാസ്റ്റ് മാച്ചാണ്.
ഹാ ഈ സമ്മർ കളിയാക്കുന്നു സമ്മർ ഒരുമിച്ച് കളിക്കുന്നോണ്ടാണ് അമ്മമാരൊക്കെ നമ്മളെ കളിയാക്കുന്നത് അമ്മമാർക്ക് ഇത് കണ്ടിട്ട് നാണില്ല ഒരുത്തനാണ് ചുമ്മാ നിൽക്കുന്നത് അവൻ ലീവ് എടുത്തെന്ന് തോന്നുന്നു നമ്മൾ ഒരുത്തനെ എലിമിനേറ്റാക്കി അടുത്തനെ എലിമിനേറ്റാക്കി എലിമിനേറ്റാക്കി നമുക്ക് വിടാം അത്രേ ഉള്ളൂ ഇവനാണ് ചുമ്മാ നിൽക്കുക വയസ്സ് ഞങ്ങൾ കണ്ട് മാത്രമേ ഉള്ളൂ ബെറ്റ് കിഡെന്ന് അല്ലെങ്കിൽ നമ്മളെ വീട്ടാണ് അത് വേറെ കാര്യം തേതാണ്ട് വരുന്നു റീപ്പറിനെ എഴുതാക്കി നമ്മളെ കിഡെന്ന് വിളിച്ചാണ് എഴുതാക്കി അടുത്തവന് ഓക്കെ കിടന്ന് യു ആർ ഗോയിങ് ഡൗൺ സാധനം എലിമിനേറ്റാക്കി നമ്മളെ കിഡെന്ന് വെച്ചാൽ 2 പേരെ നമ്മൾ എലിമിനേറ്റാക്കി റൗണ്ട് തോറ്റ് ഗൈസ് ഗോയിണ്ടോ 150 എന്നീസ് അയ്യോ അവർ 3 കയറി വന്നു കളി തോറ്റി അപ്പം നമ്മൾ എന്തായാലും വീഡിയോ കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇവനിപ്പോൾ എന്തായാലും ഡെഡാവും അപ്പം കളി തീരും ഗീസ് ഇത്രയേ ഉള്ളൂ തോറ്റ ഗീസ് കളി ഗീസ് ഗീസ് നമുക്ക് എന്തായാലും വീഡിയോ കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗീസ് നിങ്ങളെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഗീസ് നിങ്ങൾ എൻ്റെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വേറെന്താ നമ്മൾ റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി സഹായിക്കണം നമ്മൾ പിന്നെ 10K അല്ലെങ്കിൽ എന്താ 3K ഇപ്പോഴേ അതിനെക്കുറിച്ച് ചിന്തിക്കണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫേസ് റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും വീഡിയോ കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ.